Very good morning to all. Lanix Edified പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിലെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആണ്. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 128 പ്രകാരമാണ് ഓരോ കമ്പനിയും അവരുടെ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെ കീപ്പ് ചെയ്യണം, എങ്ങനെ അത് പ്രസന്റ് ചെയ്യണം, അതുപോലെ അവരുടെ രജിസ്ട്രേർഡ് ഓഫീസിലാണ് അത് കീപ്പ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നത് സെക്ഷൻ 128 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ്. അത് പ്രകാരം പറയുന്നത് ഓരോ കമ്പനീസും അവരുടെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുകയും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുകയും അത് രജിസ്ട്രേർഡ് ഓഫീസിൽ അതിന്റെ അപ്കീപ്പിംഗ് നടത്തുകയും ഓരോ ഫിനാൻഷ്യൽ ഇയറിലും ഇത് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ കമ്പനിയുടെ ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ കമ്പനിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സും മറ്റ് ബുക്സുകളും അതുപോലെ പേപ്പേഴ്സും എല്ലാം തന്നെ കമ്പനി ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ രജിസ്ട്രേർഡ് ഓഫീസിൽ അതിന്റെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇന്ത്യക്ക് വെളിയിലുള്ള ഏതെങ്കിലും കമ്പനി ആണെങ്കിൽ ബിസിനസ് അവേഴ്സിൽ എപ്പോഴാണോ ഇൻസ്പെക്ഷൻ നടക്കേണ്ട സമയം ആ സമയത്ത് അത് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇനി എന്തൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് കീപ്പ് ചെയ്യേണ്ടത് ഒരു കമ്പനി എന്ന് പറയുന്നത്, അതും സെക്ഷൻ 128 പ്രകാരം തന്നെയാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 128 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ദ കമ്പനി ഹാസ് ടു പ്രിപ്പയർ the books of accounts and keep in the registered office and prepares financial statements every financial year for providing true and fair view of the affairs of the company. ഇനി ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് അതേപോലെ ഓരോ ബ്രാഞ്ചസിലും ഇത് കീപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓരോ ബ്രാഞ്ചസിന്റെയും കൂടി കണക്കുകൾ എടുത്തിട്ടാണ് ഇത്തരത്തില് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ഇത്തരം ബുക്സ് കീപ്പ് ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക്, ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് നമ്മൾ ഇത്തരം ബുക്സുകൾ കീപ്പ് ചെയ്യേണ്ടത്. ഇനി എന്തൊക്കെ ബുക്സുകളാണ് കീപ്പ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഫസ്റ്റ് ക്യാഷ് ബുക്ക് ആണ്. ക്യാഷിന്റെ ട്രാൻസാക്ഷൻസ് റിവീൽ ചെയ്യുന്ന ക്യാഷ് ബുക്ക്. പർച്ചേസ് ഡേ ബുക്ക്, ക്രെഡിറ്റ് പർച്ചേസസിനെ പറ്റി പറയുന്ന ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് ക്യാഷ് സെയിൽസിനൊക്കെ ക്യാഷിന്റെ ഡീലിങ്സ് എല്ലാം ക്യാഷ് ബുക്കിൽ പറയും. പക്ഷെ ക്യാഷ് അല്ലാതെയുള്ള ഡീലിങ്സും ബിസിനസ്സിനും ഉണ്ടാകും. അപ്പോൾ അത്തരം കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി പർച്ചേസ്, ക്രെഡിറ്റ് പർച്ചേസിനെ പറ്റി പറയുന്നതിന് വേണ്ടി പർച്ചേസ് ഡേ ബുക്ക്, അതേപോലെ ക്രെഡിറ്റ് സെയിൽസിനെ പറ്റി പറയുന്നതിന് വേണ്ടി സെയിൽസ് ഡേ ബുക്ക്. പർച്ചേസ് ചെയ്ത കാര്യങ്ങളും സെയിൽ ചെയ്ത കാര്യങ്ങളും നമുക്ക് റിട്ടേൺസ് വരും. അതായത് പർച്ചേസ് ചെയ്ത ഐറ്റംസ് ഗുഡ് അല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെന്റ്സിന് അനുസരിച്ചുള്ള എന്നുണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ ചെയ്യും. അതുപോലെ സെയില് നടന്ന ഗുഡ്സ് അവർക്ക് കൺസ്യൂമേഴ്സിന് അത് എക്സ്പെക്ടിങ് ആയിട്ടുള്ള രീതിയിലല്ല എന്നുണ്ടെങ്കിൽ അവരും അത് റിട്ടേൺ ചെയ്യും. അപ്പൊ സെയിൽസ് ഇൻവേർഡ്സും സെയിൽ ഔട്ട്വേർഡ്സും ഉണ്ടായിരിക്കും. അത് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി സെയിൽ ഇൻവേർഡ്സ് ബുക്സ് അല്ലെങ്കിൽ സെയിൽ ഔട്ട്വേർഡ്സ് ബുക്ക് കീപ്പ് ചെയ്യണം. അതേപോലെ ബിൽസ് റിസീവബിൾ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസിന് വേണ്ടി ബിൽസ് റിസീവബിൾ ബുക്ക്, അതേപോലെ ബിൽസ് പേയബിൾ ബുക്ക്, ജേണൽ പ്രോപ്പർ, ക്ലോസിംഗ് എൻട്രീസ്, ഓപ്പണിംഗ് എൻട്രീസ്, അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഒക്കെ കാണിക്കുന്നതിന് വേണ്ടി ജേണൽ പ്രോപ്പർ എന്നുള്ള ബുക്ക്. അതേപോലെ ജനറൽ ലെഡ്ജർ, എല്ലാ കസ്റ്റമേഴ്സും സപ്ലയേഴ്സും ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ അക്കൗണ്ട്സ് എല്ലാം ഷോ ചെയ്യുന്ന ജനറൽ ലെഡ്ജർ. ഡെപ്റ്റേഴ്സ് ലെഡ്ജർ, അതായത് കൺസ്യൂമേഴ്സിന്റെ ലെഡ്ജർ ആണ് കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി. അതേപോലെ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ, സപ്ലയേഴ്സിന്റെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ സപ്ലയേഴ്സ് ലെഡ്ജർ. ഇത്രയും ബുക്സുകളാണ് സാധാരണ രീതിയിൽ കീപ്പ് ചെയ്യേണ്ട ബുക്സ്. ഇത് കൂടാതെ കമ്പനീസ് ആക്ട് പ്രകാരം ചില രജിസ്റ്റേഴ്സും കമ്പനി കീപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ആ രജിസ്റ്റേഴ്സ് കമ്പനി രജിസ്റ്റർ ഓഫ് ചാർജസ്, ദെൻ രജിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്, then register of members, debenture holders and other security holders, then register of directors and key managerial persons, then register of loans, then register of contracts and register of fixed deposits. അതായത് തൊട്ട് മുൻപ് പറഞ്ഞ ഈ റെക്കോർഡ്സ് കൂടാതെ, അതായത് ഇത്രയും റെക്കോർഡ്സുകളാണ്. ഈ റെക്കോർഡ്സ് കൂടാതെ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചില രജിസ്റ്റേഴ്സിന്റെ കൂടി പറയുന്നുണ്ട്. ഇതും കമ്പനീസ് ആക്ട് പ്രകാരം, ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം കമ്പനി കീപ്പ് ചെയ്യേണ്ട ചില രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത് പോകുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ്
എന്നുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ലെങ്കിൽ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കാണ്. റിസർവ് എന്ന് പറയുന്നത് ടേം റിസർവ് മീൻസ് ദാറ്റ് പാർട്ട് ഓഫ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റിന്റെ ഒരു ഭാഗം മാറ്റിവെക്കുക ഫോർ ഫർദർ യൂസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റിന്റെയോ മറ്റേതെങ്കിലും സർപ്ലസിന്റെയോ ഒരു പ്രത്യേക പോർഷൻ ഒരു പർട്ടിക്കുലർ എമർജൻസി അല്ലെങ്കിൽ ഒരു കണ്ടിജൻസി ഫ്യൂച്ചറിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രോഫിറ്റിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവെക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് റിസർവ് എന്ന് പറയുന്നത്. ഇതിനെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്നുകൂടി പറയും. ഇനി റിസർവ്സിനെ നമുക്ക് രണ്ട് കാറ്റഗറൈസേഷൻ ഉണ്ട്. റവന്യൂ റിസർവ്സും ഉണ്ട്, ക്യാപിറ്റൽ റിസർവും ഉണ്ട്. ഡിവിഡൻഡിന് വേണ്ടി അല്ലാതെയുള്ള റിസർവിനെ നമുക്ക് റവന്യൂ റിസർവ് എന്ന് പറയാം. ക്യാപിറ്റൽ റിസർവിന് വേണ്ടിയിട്ട്, ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് മാറ്റിവെക്കുന്നതാണ്. അതായത് സാധാരണ ബിസിനസിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നല്ല നമുക്ക് ആ പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത്. ബിസിനസ്സിന് എന്തെങ്കിലും അസറ്റ് വിറ്റിട്ട് കിട്ടുന്ന ലാഭമോ ഫിക്സഡ് അസറ്റോ അതേപോലെ മറ്റെന്തെങ്കിലും വിറ്റ് കിട്ടുന്ന ലാഭം, അതിനെയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കുന്ന റിസർവിനെയാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. റവന്യൂ റിസർവ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഡേ ടു ഡേ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഫർണിച്ചർ ബിസിനസ് ആണ് നടത്തുന്നതെങ്കിൽ ആ ഫർണിച്ചർ ബിസിനസ് നടത്തി ഫർണിച്ചർ വിറ്റ് കിട്ടുന്ന ലാഭം അതിൽ നിന്ന് മാറ്റിവെക്കുന്ന റിസർവിനെ റവന്യൂ റിസർവ് എന്നും, മറ്റേതെങ്കിലും തരത്തിൽ അവരുടെ ഡേ ടു ഡേ ബിസിനസ്സിന് ഡയറക്ട്ലി ബിസിനസ് അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അസറ്റോ മറ്റെന്തെങ്കിലുമോ വിറ്റ് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന റിസർവിനെ ക്യാപിറ്റൽ റിസർവ് എന്നും പറയും. ഇനി ഈ ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് നമുക്ക് എങ്ങനെയെല്ലാം കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. പ്രോഫിറ്റ് ഓൺ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന പ്രോഫിറ്റ്. നമ്മൾ വാങ്ങിയപ്പോൾ ഉള്ള വിലയല്ല, പിന്നീട് വില കൂടുന്നു. ഇപ്പൊ ഗോൾഡിന്റെ ഒക്കെ വില നമുക്ക് കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതുപോലെ വില കൂടുന്ന അവസ്ഥയിൽ നമ്മുടെ കയ്യിലുള്ള അസറ്റിന്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി കൂടും അല്ലെ. അങ്ങനെ ഒരു ലാഭം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നാണ് പറയുക. അതുപോലെ ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭം, അതുപോലെ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, അതായത് നോർമൽ പ്രൈസിനേക്കാളും ഹയർ പ്രൈസിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ കിട്ടുന്ന ലാഭം. പിന്നെ ഒരു ബിസിനസ് പർച്ചേസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റിൽ പർച്ചേസ് ചെയ്യുക, പ്രോഫിറ്റ് മെയ്ഡ് ഓൺ പർച്ചേസ് ഓഫ് എ ബിസിനസ്, then profit on reissue of forfeited shares. Forfeited ആയത് ഷെയർസ് വീണ്ടും റീഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ലാഭം കിട്ടുകയാണെങ്കിൽ ആ പ്രോഫിറ്റ്, ഇത്രയും പ്രോഫിറ്റ്സുകൾ നമ്മൾ ക്യാപിറ്റൽ ഇത്രയും പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഒരു പാർട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ റിസർവ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ റിസർവ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു പ്രോഫിറ്റിന്റെ ഒരു ഭാഗം നമ്മൾ മാറ്റിവെക്കുന്ന പ്രോസസ്സിനെയാണ് റിസർവ് എന്ന് പറയുന്നത്. ഫോർ ഫർദർ കണ്ടീഷൻ, ഫോർ എന്താണ് ഫ്യൂച്ചർ കണ്ടീജൻസീസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം റിസർവുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് പ്രൊവിഷൻ ആണ്. പ്രൊവിഷൻ ഒരു ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. അതായത് മറ്റേത് പ്രോഫിറ്റിന്റെ ഒരു ഭാഗം മാറ്റിവെക്കുന്നത്, ഇത് പ്രോഫിറ്റിന്മേൽ ചാർജ് ചെയ്യാണ്. അതായത് ഭാവിയിൽ ഒരു നഷ്ടം സംഭവിച്ചേക്കാം, ആ നഷ്ടത്തിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള നഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം നമ്മൾ മാറ്റിവെക്കുക തന്നെയാണ്. പക്ഷെ അതിനെ ചാർജിങ് എന്നാണ് പറയുക. ചാർജിങ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് കുറയ്ക്കുന്ന ഒരു പ്രോസസ്സാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ടു മീറ്റ് എ ലോസ്, അതാണ് ടു മീറ്റ് എ ലോസ് the amount of which cannot be determined with substantial accuracy. Such provision may be made good the diminution of in the value of an asset, or to meet heavy repairs or renewals, or to meet a no liability. അതായത് നമുക്ക് റിപ്പയേഴ്സ് വരാം, അല്ലെങ്കിൽ റിന്യൂവൽസ് വരാം, അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി നമുക്ക് ഭാവിയിൽ വരാം. നമുക്ക് അറിയാം അതുണ്ടാകും എന്നുള്ളത്. അങ്ങനെ അതിനു വേണ്ടി അതുണ്ടാകാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മാറ്റിവെക്കുന്നു. റിസർവിൽ അങ്ങനെയല്ല, നമുക്ക് അറിയില്ല, എന്തെങ്കിലും നമ്മൾ അറിയാതെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനു വേണ്ടി മാറ്റിവെക്കുന്നതാണ് റിസർവ്. പക്ഷെ ഇത് നമുക്കറിയാം, ഇത് ഇങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ സംഭവിക്കും, അപ്പൊ ആ നഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അതാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടം വരാം, അപ്പോൾ അതിനു വേണ്ടി മാറ്റിവെക്കുന്ന എമൗണ്ട് പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്നത്. അതുപോലെ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടം ആയിട്ട് സാധനങ്ങൾ വിറ്റിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാത്ത ഒരവസ്ഥ വരാം.
ആ അവസ്ഥയിൽ നമുക്ക് നഷ്ടം സംഭവിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്. റിപ്പയേഴ്സ് വരാം, അതുപോലെ ടാക്സേഷന് വേണ്ടി ടാക്സ് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവിഷൻ മാറ്റിവെക്കുന്നത്. ഇതൊക്കെയാണ്, അതായത് പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ. അതായത് നമ്മൾ ഒരു പ്രോഫിറ്റിൽ നിന്ന് എമൗണ്ട് മാറ്റിവെക്കുന്നത്, അതിനെയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൊവിഷനും റിസർവും നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്നതാണ്. പക്ഷെ ഒന്ന് പ്രോഫിറ്റിന്റെ അപ്രോപ്രിയേഷനും ഒന്ന് പ്രോഫിറ്റിന്മേലുള്ള ചാർജിങ്ങുമാണ്. അപ്പൊ ഇത് തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്ന് നോക്കാം. റിസർവ്സ് ആൻഡ് പ്രൊവിഷൻ ഡിഫറൻസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് തന്നെ, ഫസ്റ്റ് ഇതൊരു അപ്രോപ്രിയേഷൻ ആണ്, ഇതൊരു ചാർജിങ് ആണ്. അപ്പോ ഒരു സ്പെസിഫിക് ലയബിലിറ്റി ഫ്യൂച്ചർ ആണ് കേട്ടോ. ഫ്യൂച്ചറിലെ ഒരു സ്പെസിഫിക് ലയബിലിറ്റി ആണ് ഇതിൽ പറയുന്നത്. ഇതൊരു കണ്ടീജന്റ് ലയബിലിറ്റി ആണ് പറയുന്നത്. ഇത് നമുക്ക് അറിയില്ല എന്ത് വരും എന്നുള്ളതിനെ പറ്റി അറിയില്ല, പക്ഷെ ഇത് നമുക്ക് അറിയാം. ഡെപ്റ്റേഴ്സിൽ നിന്ന് എന്താണ് ക്യാഷ് കിട്ടാതെ വരാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അനുവദിക്കുമ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കാം. അങ്ങനെയുള്ള എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇവിടെ വ്യക്തമായ ധാരണയില്ല. എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതി അതിനുവേണ്ടി മാറ്റിവെക്കുന്ന എമൗണ്ട് ആണ് റിസർവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സം സെറ്റ് അസൈഡ് ഫോർ ആൻ അൺനോൺ ലയബിലിറ്റി. ഇത് അൺനോൺ ലയബിലിറ്റി ആണ്. സം സെറ്റ് അസൈഡ് ഫോർ ആൻ അൺനോൺ ലയബിലിറ്റി. ദിസ് ഈസ് പ്രൊവിഷൻ കെപ്റ്റ് ഫോർ എ നോൺ ലയബിലിറ്റി. ദെൻ റിസൾട്ട് ഓഫ് ഫിനാൻഷ്യൽ പോളിസി ഓഫ് എ കൺസേൺ. ഒരു ഫിനാൻഷ്യൽ പോളിസിയുടെ ഫലമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് ഒരു ജെന്യൂൻ റിക്വയർമെന്റ്, അതായത് നമുക്ക് ഇത്തരം ആവശ്യങ്ങൾ വരാം, അപ്പൊ അതിനു വേണ്ടി മാറ്റിവെക്കുന്ന എമൗണ്ട്. ഇതില് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിന്റെ ഭാഗമാണ്. ഇത് ഒരു അക്യുമുലേറ്റഡ് ലയബിലിറ്റി ആണ്. ഇത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സാധാരണ അസറ്റിൽ നിന്ന്, ഏത് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടാണോ ആ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് മൈനസ് ചെയ്യാണ് സാധാരണ രീതിയിൽ പ്രൊവിഷൻ ചെയ്യാം. ദെൻ എമൗണ്ട് ഓഫ് റിസർവ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. എത്ര റിസർവ് മാറ്റി വെക്കണം എന്നുള്ളത് അതായത് എത്ര പ്രോഫിറ്റ് ഉണ്ടാവുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ലോസ് ആണെങ്കിൽ പോലും, ഈവൻ ഇഫ് ദർ ഈസ് ഓൺലി ലോസ് മാത്രമാണെങ്കിൽ പോലും നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും. കാരണം ഇത് നോൺ ലയബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ചാർജ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊവിഷൻ അത് മസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റിസർവ് ക്രിയേറ്റ് ചെയ്യുള്ളൂ. പ്രൊവിഷൻ ഈവൻ ഇഫ് ലോസ് ആണെങ്കിൽ പോലും നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻ. ദെൻ ഇനി നമ്മളുടെ കാര്യത്തിലേക്ക് കടക്കാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ കമ്പനീസ്. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 129 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ സ്റ്റേറ്റ് അഫയേഴ്സ് ഓഫ് ദ കമ്പനി ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനനുസരിച്ചിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന റൂൾ അനുസരിച്ചിട്ടൊക്കെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? അതിനൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. സെക്ഷൻ 240 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 സ്റ്റേറ്റ്സ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ റിലേഷൻ ടു എ കമ്പനി ഇൻക്ലൂഡ്സ്. എന്തൊക്കെയാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ പറയുന്നത്? എന്തൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓർ ഇൻ കേസ് ഓഫ് എ കമ്പനി ക്യാരിയിങ് ഓൺ എനി ആക്ടിവിറ്റി നോട്ട് ഫോർ പ്രോഫിറ്റ് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് സാധാരണ രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കമ്പനി ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, നോൺ പ്രോഫിറ്റ് കമ്പനി ആണെങ്കിൽ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയാം, അതായത് പ്രോഫിറ്റിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന ചാരിറ്റി കമ്പനീസ്, എന്തെങ്കിലും വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്പനീസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കമ്പനി ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിന് പകരം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നാണ് അതിന് പറയുക. അത് ഓരോ ഫിനാൻഷ്യൽ ഇയറിൽ അത് പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. ഓരോ ഫിനാൻഷ്യൽ ഇയറിന്റെയും എൻഡില് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. മറ്റൊന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. മറ്റൊന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. മറ്റൊന്ന് എക്സ്പ്ലനേറ്ററി നോട്ട്സ്. അതായത് ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് അനക്സർ ആയിട്ട് ഇതെങ്ങനെ കിട്ടി എന്നുള്ളതിനെ വിവരത്തെ കുറിച്ച് ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേറ്ററി നോട്ട് അനക്സ് ചെയ്ത് കൊടുക്കണം. ഇത്രയാണ് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത്. സെക്ഷൻ 240 ഓഫ് ദ കമ്പനീസ് ആക്ട് പ്രകാരമാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്
സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫോം ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കമ്പനിയുടെ പേര് എഴുതുക, ബാലൻസ് ഷീറ്റ് അസറ്റ് ഏത് ബാലൻസ് ഷീറ്റിലാണ് അങ്ങനെയുള്ളത് കൊടുക്കുക, പർട്ടിക്കുലേഴ്സ് കൊടുക്കുക. ഇത് നമ്പർ ആണ്. പിന്നെ ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് കറന്റ് റിപ്പോർട്ടിംഗ് പീരീഡ് ഉണ്ട്. അതേപോലെ തന്നെ അറ്റ് ദ എൻഡ് ഓഫ് പ്രീവിയസ് റിപ്പോർട്ടിംഗ് പീരീഡ്, കറന്റ് പീരീഡിലെയും പ്രീവിയസ് പീരീഡിലെയും നമ്മളിവിടെ റെക്കോർഡിക്കലാക്കും. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് 2 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 2, അതല്ല എന്നുണ്ടെങ്കിൽ കറന്റ് ഇയറിൽ മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്ത് പോകും. ഈ കോളം അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കും. ഇനി നമ്മൾ ഒരു പ്രത്യേക ഫോർമാറ്റിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കമ്പനിയുടെ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സെയില് നടത്തിയിട്ട് അതിൽ നിന്ന് സെയിൽ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നതാണെങ്കിൽ, ഹോട്ടലൊക്കെ ആണെങ്കിൽ സെയിൽ ഓഫ് സർവീസ്, അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ, അതാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. മിക്കവാറും സെയിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഇതല്ലാതെ മറ്റ് ഇൻകംസ് കുറെ കിട്ടും നമുക്ക്, അല്ലെ? സെയിൽ ഓഫ് ഓപ്പറേഷൻസ് അല്ലാതെ മറ്റ് ഇൻകം കിട്ടുന്ന പല സോഴ്സിൽ നിന്ന് നമുക്ക് കമ്പനിക്ക് ഇൻകം കിട്ടും, സെയിൽ അല്ലാതെ തന്നെ. അങ്ങനെയുള്ള എല്ലാ ഇൻകംസും, ഇൻട്രസ്റ്റ്, അതുപോലെ മറ്റ് ഫിനാൻഷ്യൽ സർവീസസിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ഇതെല്ലാം നമ്മൾ അതർ ഇൻകത്തിലാണ് എടുക്കുന്നത്. അങ്ങനെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ റവന്യൂ, അതായത് ഈ പോയിന്റ് നമ്പർ 1 പോയിന്റ് നമ്പർ 2 കൂടെ ആഡ് ചെയ്ത് നമ്മൾ ടോട്ടൽ റവന്യൂ കണ്ടെത്തി ഇവിടെ നേരെ തന്നെ എഴുതും. അതിനുശേഷം നമ്മൾ എക്സ്പെൻസസുകൾ എഴുതുന്നു. മെറ്റീരിയൽ കൺസ്യൂം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്ന എക്സ്പെൻസ്, അതായത് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി വന്ന എക്സ്പെൻസ്, ഇൻവെന്ററീസ് അതായത് സ്റ്റോക്കിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി വന്ന ചെലവ്, ആ ചെലവുകള്, എംപ്ലോയീസ് ബെനിഫിറ്റ്സിന്റെ എക്സ്പെൻസസ്, അതുപോലെ ഫിനാൻസ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ, അതർ എക്സ്പെൻസസ്, ഇങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസുകളും താഴെ എഴുതി പോകുന്നു. അതിനുശേഷം ടോട്ടൽ എക്സ്പെൻസിന്റെ കോളം മാത്രം, എക്സ്പെൻസിന്റെ എമൗണ്ടുകൾ മാത്രം ടോട്ടൽ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഈ ടോട്ടൽ റവന്യൂന്ന് ടോട്ടൽ എക്സ്പെൻസസ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കിട്ടും. ഇനി അതിനുശേഷം എക്സെപ്ഷണൽ ആയിട്ടുള്ള ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ അവിടെ ആഡ് ചെയ്യാം. ഇപ്പോ ടാക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ അവിടെ എഴുതുക. എന്നിട്ട് അതും കൂടെ ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ് കിട്ടും. ദെൻ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി എഴുതുക. അതും കൂടെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. മറ്റേത് പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആൻഡ് ടാക്സ് ആണ്. ഇനി എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ചെയ്യുക, അതുകൂടെ കുറയ്ക്കുക. അതുകൂടെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. അതിനുശേഷം ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സ് എക്സ്പെൻസസ്, കറന്റ് ടാക്സ് ഉണ്ടാവും, ഡെഫേർഡ് ടാക്സ് കഴിഞ്ഞ വർഷത്തെ എന്തെങ്കിലും ആഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇത് ഇത്രയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ നമുക്ക് കിട്ടും. 9 - 10 ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കിട്ടും. ഇനി ഇതിന്റെ എക്സ്പെൻസസ് ഓഫ് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ടാക്സ് എക്സ്പെൻസസ് അതും കൂടി കുറയ്ക്കുക. അതും കൂടി കുറച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ആണ് നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഫോർ ദ പീരീഡ് കിട്ടുന്നത്. ദെൻ ഏർണിംഗ്സ് പെർ ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, അത് ബേസിക്സും ഉണ്ട്, ഡയലൂട്ടഡും ഉണ്ട്. ഏർണിംഗ്സ് പെർ ഇക്വിറ്റി ഷെയർസ് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റ് വരുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് മനസ്സിലാകും. ഫോർമാറ്റ് എങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.